നല്ല പാലപ്പത്തിനൊപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ സെർവ് ചെയ്യാറുണ്ട്. ഇന്ന് നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഒരു 1 ടേബിൾ സ്പൂൺ മതിയാവും. നെയ്യ് ചേർത്താലും നല്ലതാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട, ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, പെപ്പർകോൺസും കൂടെ ചേർത്തു. സ്പൈസസ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് ചേർക്കാം. സവോളയുടെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി, ഏകദേശം 8 എണ്ണം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി മെഷർ ചെയ്തെടുത്താൽ ഒരു 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടാവും. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. നമ്മൾ തേങ്ങാപ്പാൽ കുക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കണക്കാക്കി ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഞാനൊരു 3 പച്ചമുളക് ചേർക്കുകയാണ്. പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, നടുവേ ഒന്ന് കീറിയിട്ടാണ് ഇട്ടേക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആണ്, അതുവരെ കുക്ക് ചെയ്യുക. ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റേജാണ്, ഈ സ്റ്റേജ് വരെ കുക്ക് ചെയ്താൽ മതി, ഇത്രയും മതി. ഒത്തിരി അങ്ങ് ലൈറ്റ് ബ്രൗൺ ടീൻറ്റ് പോലും ആകത്തില്ല. അതിന് മുമ്പായിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ വെജിറ്റബിൾസ് ഇന്നത് തന്നെ ഉപയോഗിക്കാവുന്നൊന്നുമില്ല, ഏത് വെജിറ്റബിൾസ് ഉപയോഗിക്കാം. 2 വെജിറ്റബിൾ മാത്രം വേണം ഉപയോഗിക്കാം. കിഴങ്ങ് തന്നെ വെച്ചിട്ടുണ്ടാക്കാം, അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 2 ചെറിയ പൊട്ടറ്റോ ആണ്, അതിനകത്തേക്ക് ചേർക്കാം. ഇതേപോലെ ക്യൂബ്സ് ആക്കി അരിഞ്ഞേക്കുന്ന പൊട്ടറ്റോടൊപ്പം തന്നെ ക്യാരറ്റും കൂടെ, ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്, അത് ക്യൂബ് ചെയ്തത് ചേർക്കാം. വെജിറ്റബിൾസിൻ്റെ വേവ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇതിനകത്തേക്ക് ബീൻസ് ചേർക്കാനുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, അതിനൊക്കെ അത്രയും വേവില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്തിട്ട് ഞാൻ 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഇനി ഇതിലേക്ക് ബീൻസ് ആഡ് ചെയ്യാം. ഒരു 6 ബീൻസ് ഇതേപോലെ സ്ലൈസ് ചെയ്തതാണ്. കൂടാതെ ഒരു 1/2 കപ്പ് കോളിഫ്ലവർ. കോളിഫ്ലവറിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം, അല്ലെങ്കിൽ ഇതിനൊപ്പം വേണമെങ്കിലും ഗ്രീൻ പീസ് ചേർക്കാം. വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ കോളിഫ്ലവറൊക്കെ ചേർത്ത ശേഷം ഒരു 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1.5 കപ്പിൽ നിന്നാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. 1.5 കപ്പിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആണ് നമ്മൾ തിക്ക് പാൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സെയിം തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ലൂസായിട്ട് സെക്കൻഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാൽ ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്, അപ്പോൾ ഇച്ചിരി നമുക്ക് ക്വാണ്ടിറ്റി പാൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് നിറച്ചില്ല, പൊടിക്ക് താഴെയാണ്. അത്രയും 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെജിറ്റബിൾസ് നന്നായിട്ട് കുക്ക്ഡ് ആവണം, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുക്കാവണം. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ലൊരു തിള വന്നു, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് 1-ാം പാൽ റെഡിയാക്കി വെക്കാം. അപ്പോൾ 1-ാം പാലായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പിന് 1/4 കപ്പിന് ഇടയ്ക്കായിട്ടാണ് ആ ഒരു ക്വാണ്ടിറ്റി 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാനായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തേങ്ങ, തിരുമിയ തേങ്ങ. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ കാഷ്യൂ നട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമാണ്. നോർമൽ വെള്ളത്തിലാണ് ഒഴിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ നേരം സോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കശുവണ്ടിയും പിന്നെ തേങ്ങാപ്പീരയും 2 ഓരോ ടേബിൾ സ്പൂൺ വീതം ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക.
നമ്മൾ അരയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തരയ്ക്കുക. ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ചേർത്താണ് അരച്ചത്. അപ്പോൾ ഈ സ്മൂത്ത് പേസ്റ്റായ മിക്സ്ചർ നമ്മൾ 1-ാം പാലിലേക്ക് ഒഴിച്ചു വെക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ചു വെക്കാം. ഇത് അടച്ച് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് ചേർത്താൽ മതി. നമ്മുടെ ഈ ഗ്രേവി ആവശ്യത്തിന് ഒരു തിക്നെസ് ആയി കഴിയുമ്പോൾ നമ്മൾ 1-ാം പാൽ ചേർക്കത്തുള്ളൂ. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ചെക്ക് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ 2-ാം പാൽ ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ ഫുൾ പിന്നെ പോലെയൊക്കെ വരും. അത് കുഴപ്പമില്ല. അത് നന്നായിട്ട് ഇളക്കിയാൽ മതി. അതങ്ങ് മാറിക്കും. അപ്പം വെള്ളം ഇത്രയും പറ്റിച്ചു. വളരെ കുറച്ചേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു 3/4 കപ്പോളം ഉണ്ട് ഇപ്പം 1-ാം പാൽ മൊത്തത്തിൽ. അത് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രേവി വരുമല്ലോ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഇത് പറ്റിച്ചെടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത ശേഷം ഒന്ന് ചൂടായാൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് അത് ചൂടാവും. അപ്പം തന്നെ ഓഫ് ചെയ്യുക. തിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിരിയും. ചൂടായി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാണ്. പിന്നെ അത് ഗരം മസാല ഒന്നും ഇടത്തില്ല. നമ്മൾ ആദ്യം ഇട്ട ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവറാണ് നിൽക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. എൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ആവശ്യത്തിന് തിക്നെസ്സായി. നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലും നല്ല പെർഫെക്റ്റ് അയവിലുമാണ് നമ്മൾ ഇന്നത്തെ സ്റ്റൂ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എരിവ്, ഉപ്പ് എല്ലാം പാകത്തിലാണ്. അപ്പോൾ ഇന്ന് ഇതേ രീതി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇച്ചിരി തേങ്ങാപ്പീരയും നട്ട്സും ഒക്കെ അരച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഫ്ലേവറും കിട്ടും. ആ തേങ്ങാപ്പാലും നല്ലൊരു കൊഴുപ്പും കിട്ടും. ഈ രീതി ട്രൈ ചെയ്യുക. ഇത് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.